പവിത്രം പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ശങ്കരനാരായണനും വേദയും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ്. വേദയെ കാണുമ്പോൾ തന്നെ ശങ്കരനാരായണന് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അവരെ സംസാരത്തിലും ഇതെല്ലാം കാണുമ്പോൾ അവരെ ആ പഴയ ഒരു പിണക്കമെല്ലാം മാറിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ വേദയും വിക്രവും തമ്മിൽ സംസാരിക്കുന്നതാണ്. നിലവിൽ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നന്ദിനിയും ശ്രീജേട്ടത്തിയും ശിവനൊക്കെ തമ്മിൽ പ്രശ്നമാണ്. പക്ഷെ അതൊക്കെ ഇല്ലാതാക്കാൻ അതിനുവേണ്ടി വിക്രംസ്വാമി എന്റെ കൂടെ കട്ടയ്ക്ക് തന്നെ നിന്നോളണം എന്നൊക്കെ വേദ പറയുന്നുണ്ട് വിക്രത്തിനോട്. ആ സമയത്ത് വിക്രം അതിനൊക്കെ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ശ്രീജയും വേദയുമായിട്ട് ഒരു ബാങ്ക് മാനേജരൊക്കെ കാണാൻ പോകുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നന്ദിനിക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. വേദയ്ക്ക് കുറെ പ്ലാനുകൾ ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് നന്ദിനിക്ക്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ ലോണിന് അപേക്ഷിച്ച കാര്യങ്ങളെല്ലാം സക്സസ് ആവുന്നുണ്ട്. ആ സന്തോഷത്തിൽ ശ്രീജ വീട്ടിൽ വന്നിട്ട് വിശ്വത്തിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം വേദ തീർത്തിട്ടുണ്ട്. മാത്രവുമല്ല അവർക്കൊരു ജീവിത മാർഗം കൂടെ വേദ കണ്ടെത്തി നൽകുന്നുണ്ട്. ഈ കാണിക്കുന്നതെന്ന് വെച്ചാൽ വിക്രം തെറ്റുകാരനല്ല എന്നുള്ള തരത്തിലുള്ള എല്ലാ തെളിവുകളും വേദ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വേദ ആ പഴയ ഒരു പോലീസുകാരനെ കണ്ടിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ അയാള് വിനായകന്റെ മുഖത്ത് അടിക്കുന്നുണ്ട്. അതേസമയം തന്നെ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ വിക്രമിന്റെ ബാഗിലും ആ മയക്കുമരുന്ന് വെച്ചത് വേറെ ആരുമല്ല വിനായകനാണ്. ആ സത്യം വേദ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടെ തന്നെ വിക്രത്തിന്റെ അടുത്തുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും മാഷ് ക്ഷമിച്ചിരിക്കുവാണ്. ആ പഴയ പിണക്കമെല്ലാം മാഷിന്റെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല വിക്രം തെറ്റുകാരനല്ല എന്ന് മനസ്സിലാകുന്നുണ്ട് മാഷിന്. പിന്നെ കാണിക്കുന്നത് വിക്രമിനെ ശ്രീനിവാസന്റെ പിടിയിൽ നിന്ന് പുറത്താക്കാനുള്ള കാര്യങ്ങളും കൂടെ വേദ ചെയ്യുന്നുണ്ട്. അപ്പോ വക്കീൽ നോട്ടീസ് അയച്ചത് വേദയാണെന്നുള്ള കാര്യം ശ്രീനിവാസന് മനസ്സിലാകുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വേദ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ശ്രീനിവാസനും മനസ്സിലാകുന്നുണ്ട്. വരുന്ന എപ്പിസോഡുകളിൽ ശ്രീനിവാസന്റെ ചതി മനസ്സിലാക്കുന്ന വിക്രമിനെ കുറിച്ചാണ് കാണിക്കുന്നത്. ഇതൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്.